വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ പൊസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈം 9:47 ആയപ്പോൾ ഞാനൊരു 280 ലെവലിൽ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ 48,000 PE ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും താഴത്ത് കുറച്ച് SL ഉണ്ട്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ബയേഴ്സിനെയാണ് കൂടുതൽ ഇൻവൈറ്റ് ചെയ്ത്. ഇപ്പം പിന്നെ ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കാനുള്ളൊരു ടൈപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് തിരിച്ച് മുകളിലേക്ക് പോകുന്നില്ല ഒരു മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കാം എന്തായാലും. ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, അത് ബ്രേക്ക് ചെയ്തു. അവിടുന്ന് കുറച്ച് സെല്ലേഴ്സിനെ പ്രീമിയത്തിൻ്റെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മൂവ്മെൻറ്റ് കുറച്ച് പതുക്കെയാണ്. കുറച്ച് ഇവിടെ ഇങ്ങനെ ഹോൾഡൊക്കെ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ ഒരു 30 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. 700-800 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഈ മൂവ്മെൻ്റ് ഒരു ശരിയില്ല. ഇതിങ്ങനെ പതുക്കേനല്ല പോകുന്നത്. ഈ മുകളിലത്തെ ആൾക്കാരെ ഇവിടുത്തെ SL ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകണം. നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കവറിങ് എന്തെങ്കിലുമൊക്കെ വരണം ഈ പുട്ട് സൈഡിൽ. SL വെച്ചിട്ടുണ്ട്. 280 പൊസിഷൻ കിട്ടിയിട്ടില്ല. 255 ഞാൻ SL വെച്ചിട്ടുണ്ട്. ഞാൻ 2 ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യാണ്. ഒരു 30 ക്വാണ്ടിറ്റിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 298 വന്നിട്ടുള്ള പൊസിഷന്. 298 ഇപ്പോൾ പൊസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 273 അല്ലേ? ഓക്കെ, 273 25 പോയിന്റ് പറയുമ്പോൾ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. കുറച്ച് സീനാണ്. ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കണ പോലെ തോന്നുന്നുണ്ട്. എന്താ ഈ ഒരു സപ്പോർട്ടിൽ നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ല. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ആദ്യം ഒന്ന് നല്ലൊരു ബൈയിങ് വന്നു. രണ്ടാമത് അവിടെ വന്നപ്പോൾ പിന്നെയും ആൾക്കാർ ബൈ ചെയ്യാണ്. പിന്നെയും ബൈ ചെയ്യുകയാണ് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഷിറ്റ് 273 പെട്ടെന്ന് നോക്കട്ടെ. 273.5 273 2 SL വെച്ചിട്ടുണ്ട്.
കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ആൾക്കാരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിഫ്റ്റിയിൽ കണ്ടോ, നിഫ്റ്റിയിൽ ഓക്കെ നിഫ്റ്റിയിൽ ആൾക്കാർ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെല്ലിങ് ചെയ്യാനുള്ളൊരു ചാൻസ് ആണെന്ന് പറയുള്ളൂ. ഇപ്പം ഇവരെ എസ് എല്ലാം കൂടി എടുത്തതിൻ്റെ ശേഷമേ താഴത്തേക്ക് വരുള്ളൂ. നമുക്കെന്തായാലും ഇതിൻ്റെ താഴെ പോകുമ്പേ എക്സിറ്റ് ആവാം. ഇത് അത്ര ഒരു സേഫ് ട്രേഡ് അല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ താഴത്തെ എസ് എല്ലുകളുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ബൈ ചെയ്തവരെ എസ് എൽ ഉണ്ടാവും. അതൊരു ഇപ്പോൾ എക്സിറ്റ് ആയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ അവരൊന്നും എക്സിറ്റ് ആക്കാതെ ഇവിടെ നിന്ന് തന്നെ തിരിച്ച് പോകുന്നില്ലൊരു ഇതിൽ കാണിക്കുക. ഈ ഹയർ ഹൈ ലോ ബ്രേക്ക് ആവാത്ത കണ്ടോ, ലോവർ ലോ ബ്രേക്ക് ആവാത്ത. ഇത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ എന്നല്ല ഉണ്ടാക്കുക. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ആയി. നോക്കാം എന്തായാലും. രണ്ടും ഒരു 25 എസ് എൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് വന്നു ചിലപ്പോൾ ഒരു വരുന്നുണ്ട് മുകളിലുള്ള ഒരു എസ് എല്ലൊക്കെ ഒന്ന് തൊട്ടിട്ട് വന്നു കേട്ടോ. ഈ മുകളിൽ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ എസ് എല്ലൊക്കെ ഒന്ന് തൊട്ടിട്ട് വന്നു. ഇനി തിരിച്ച് മുകൾക്ക് പോകുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നോക്കാം എന്തായാലും. ടു സെവൻറ്റി ത്രീ ഞാൻ ഫുൾ ക്വാണ്ടിറ്റി എസ് എൽ വെക്കാണ്. 273.5
273. രണ്ട് സൈഡൊക്കെ ട്രാപ്പ് ചെയ്യാറുള്ള പോലെ ഉണ്ടോ? ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, താഴത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ മുകളിലത്തെ ട്രെൻഡിലല്ല നോക്കി, അപ്പോൾ മുകളിലത്തെ ട്രെൻഡിലും ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്തു. ഇവിടുന്ന് തിരിച്ച് ബയേഴ്സിനെ വെയിറ്റ് ചെയ്തതിനുള്ള സെല്ല് ചെയ്തു. ഇപ്പോൾ തിരിച്ച് സെല്ലേഴ്സിനെ ഒക്കെ ഒഴിവാക്കി ഏകദേശം. ഉണ്ടോ ഇവിടെ ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് തിരിച്ച് ആ മുകൾക്ക് തന്നെ ഒരു മൂവ് വരും ചെയ്തു. കോസ്റ്റാക്കി വെക്കാൻ പറ്റും. കോസ്റ്റാക്കി വെച്ചാൽ എന്തായാലും അടിക്കും. പോട്ടെ. ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 25 പോയിൻറ്റിൻ്റെ ലോസ് എന്തായാലും വരും. പക്ഷേ 60 ക്വാണ്ടിറ്റിയിലാണ്. 60 ക്വാണ്ടിറ്റിയിൽ 25 പറയുമ്പോൾ ഒരു 1400 ലോസ് വരും. മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഈ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് വന്നു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. റീടെസ്റ്റ് വന്നു, തിരിച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് വന്നു, റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് പക്ഷേ കുറച്ച് കൂടുതലായിട്ട് വന്നു. റീടെസ്റ്റ് വന്നപ്പോൾ എല്ലാവരും SL അടിച്ചുകൊണ്ടാണ് റീടെസ്റ്റ് പോയത്. ഇപ്പോൾ ഈക്വൽ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും പോവാം, ഇവിടുന്ന് താഴത്തോട്ട് വരാനുള്ള ചാൻസ് കുറവാണ് തോന്നുന്നു എനിക്ക്. കാരണം ഓൾറെഡി ഇവിടുത്തെ ആൾക്കാർ SL ഒക്കെ അടിച്ചതല്ലേ. ഇനിയിപ്പോൾ ഈ ഒരു പിൻബാർ ക്യാൻഡിലൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ ട്രാപ്പ് ചെയ്യാനുള്ളതുള്ളൂ. അതുണ്ടാവും തോന്നുന്നില്ല. ഓക്കെ, നിഫ്റ്റിയിലിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിഫ്റ്റി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റി ഷെയറാവും. നിഫ്റ്റിയിൽ ഓൾറെഡി ഇവിടെയൊക്കെ ഈ SL ഒക്കെ ഒന്ന് ഇതാവും, പക്ഷെ അധികം മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുന്നൊക്കെ ഉള്ള ബയേഴ്സിൻ്റെ SL ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇതിൽ ഷോർട്ട് കവറിങ് എങ്ങനെ വരുന്നുണ്ട് നോക്കാം നമുക്ക്, അതിനനുസരിച്ചിട്ടേ.
ഓക്കെ, എസ് എൽ അടിച്ചു നല്ല രീതിയിൽ മുളക്ക് പോകുന്നുണ്ട്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ എസ് എൽ അടിച്ചതിൻ്റെ ശേഷം ചിലപ്പോൾ താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വരെയുള്ള ആൾക്കാർ എസ് എൽ അടിച്ചു. ഉണ്ടോ, ഇവിടുന്നൊക്കെ ഉള്ള ആൾക്കാർ എസ് എൽ അടിച്ചു. കോളിലാണ് ഷോർട്ട് കവറിങ്. ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ രണ്ട് സൈഡിൽക്കും ഇതായപ്പോൾ. ഓക്കെ, ഞാൻ തിരിച്ച് വീണ്ടും ഒരു എൻ്റർ ചെയ്തു. ഇവിടുന്ന് ഈ തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഒരു 238 എൻ്റർ ചെയ്തു. സെയിം ടൈം നിഫ്റ്റിയിലും ഞാനൊരു 2 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഈ ബ്ലൂ ലൈനാണ് ടാർഗറ്റ്. ഈ ബ്ലൂ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതിലും എക്സിറ്റ് ആവും. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 2000-ൻ്റെ അടുത്ത് 1700-ൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ രണ്ടും മാർക്കറ്റിൽ തന്നെ ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും. ഇന്നൊരു സൈഡ് വേ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം രണ്ട് സൈഡ് കൊണ്ട് മൂവ് വരുന്നില്ല. ചിലപ്പോൾ മോർണിംഗിൽ എല്ലാവരും ഒഴിവാക്കിയതിൻ്റെ ശേഷം വരാനായിരിക്കും പ്ലാൻ, അറിയില്ല. പക്ഷെ രാവിലത്തെ ഒരു മൊമെൻ്റ് ഒന്നും ഇല്ല. ഇതൊന്ന് നോക്കി നിന്ന് എക്സിറ്റ് ആവണം. എസ് എൽ വെച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടും ബാലൻസ് ഔട്ടായിട്ട് ഇരിക്കുന്നത്. ഒരു 400 നിഫ്റ്റിയിൽ മൈനസും 400 ബാങ്ക് നിഫ്റ്റിയിൽ പ്ലസ്സും ആയിട്ടാണ് നിൽക്കുന്നത്. ലെറ്റ്സ് സീ എന്താണെന്ന് നോക്കാം. ഒരു 2500 വരെ ലോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോസ് കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ എക്സിറ്റായി പോവും. അല്ലെങ്കിൽ ഇത് ഫുള്ള് റൺ ചെയ്യാൻ വിടും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇതിപ്പോൾ ഇവിടെ എത്തിയാറ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല മൂവ് വന്നു. ഇതുവരെ ഇപ്പോൾ വന്നു ഓൾമോസ്റ്റ് എത്രയെന്നറിയോ, ഒരു 45 പോയിൻ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിഫ്റ്റിയാണ് സ്റ്റക്കായത്. നിഫ്റ്റി ഇവിടെ അങ്ങ് സ്റ്റക്കായി. നിഫ്റ്റിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടുന്ന് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഈയൊരു നോക്കാം. ഇത് രണ്ട് സൈഡിലും ട്രാപ്പായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സൈഡ് ഒന്നില്ലെങ്കിൽ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യും, അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നുള്ള രീതിയിലല്ല. ഇത് രണ്ട് സൈഡിലും ഒന്ന് ട്രാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ബയേഴ്സിന് ട്രാപ്പ് ചെയ്യുന്നുണ്ട്, സെല്ലേഴ്സിന് ഒറ്റ സെയിം ടൈമിലാണ് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് 1 by 1 ആണ്. ആദ്യം ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യും, പിന്നെ ബയേഴ്സിനെ. ഇതിപ്പോൾ രണ്ടും ഒരേ ടൈമിലുള്ള പ്ലാന് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു നല്ലൊരു വലിയൊരു മൂവും കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഐസിൽ എക്സിറ്റ് ആവും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ എസ് എൽ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ആവും. ഇവിടുത്തെ ഈ എസ് എൽ ഒക്കെ ഈ ടാർഗറ്റ് വരെ ഞാൻ ചിലപ്പോൾ നിൽക്കില്ല. ഇവിടുത്തെ എസ് എൽ എടുക്കുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ എക്സിറ്റ് ആവും. എനിക്കിപ്പോൾ തോന്നുന്നു നിഫ്റ്റിയിൽ പൊസിഷൻ എടുക്കേണ്ടിണ്ടായിരുന്നില്ല. നിഫ്റ്റി ട്രാപ്പിലാണ് നിൽക്കുന്നത്. സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കേട്ടോ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഈ ലോ ബ്രേക്ക് ചെയ്തു, വീണ്ടും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും വരണം, എന്നാൽ എക്സിറ്റ് ആകാൻ പറ്റും. ഞാനത് റെഡിയാക്കി വെക്കട്ടെ. ഇതുവരെ കേട്ടോ. ആ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നൈസിൽ എക്സിറ്റ് ആവണം.
ഇതിലൊരു പ്രാവശ്യം കൂടി ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവാം കേട്ടോ. അതാവും നല്ലത്. ഒന്നേ ഒരു സുഖമില്ല. ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ എക്സിറ്റ് ആവേണ്ടി വരും. എത്ര 500 അല്ലേ? ഇതിലടിച്ചാൽ എക്സിറ്റ് ആവൂ? അതിൻ്റെ പറയാണ്. ഓക്കെ, ഞാൻ തോറ്റു. ഇന്ന് ഞാൻ തോറ്റു. രണ്ടും ഞാൻ എക്സിറ്റ് ചെയ്തു. ഒരു 1600 റുപ്പീസ് ലോസാണെന്ന്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഓൾമോസ്റ്റ് ഇത് റിക്കവർ ചെയ്തായിരുന്നു. പക്ഷേ ഇന്നത്തെ മൂവ്മെൻ്റ് ഒന്നും എനിക്ക് അത്ര സുഖം പോരാ. ഞാൻ എവിടെ നിന്നാണോ താഴത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അത്ര ഒരു വലിയൊരു മൂവ് വരുന്നില്ല. ഇവിടുന്ന് ഒരു ഇതുവരെ വരും, ഇത് ഇത്ര വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിഫ്റ്റിയിൽ ചിലപ്പോൾ മുകളിൽ പോകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം വേണ്ട, ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തതിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു, തിരിച്ച് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ റീടെസ്റ്റ് വരും, ഇവിടുന്ന് കുറച്ചും കൂടി സെല്ലേഴ്സ് വരും. അപ്പോൾ ഫുൾ സെല്ലേഴ്സ് വരുമ്പോൾ തിരിച്ച് മുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ജി ബോയ്സ് ഇന്ന് ഒരു എത്ര 1600 അല്ലേ? 1600 കുഴപ്പമില്ല, ചെറിയ ലോസ്. നമുക്ക് ബാക്കിയുള്ള ദിവസം പിടിക്കാം. ജി ബോയ്സ്. ഹലോ ഗൈസ്, ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. ചെറുതല്ല, ഒരു നല്ല വലിയ അപ്ഡേറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയായിരുന്നു. അതിൽ എനിക്ക് വേറൊരു നല്ലൊരു സെറ്റപ്പും കൂടി കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ട്രെൻഡ് ലൈനിൽ നിന്ന് ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റത്തെ ക്യാൻഡിലില്ലേ, ഇവിടെ ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഞാൻ എന്താട്ടി തിരിച്ച് മുകളിലേക്ക് പോകുന്നില്ല രീതിയിൽ ഈ ഒരു ഇതിൻ്റെ കടിയിൽ ഇതിനൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് ഷോർട്ടല്ല ലോങ് പൊസിഷൻ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു. ഞാൻ മുകളിലേക്ക് പോകുന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്താട്ടി ചെറിയൊരു 25 പോയിൻ്റ് SL ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ടിലും വെച്ച് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ മോണിറ്ററിൽ ഇത് വെച്ചിട്ട് ഈ മോണിറ്ററിൽ എൻ്റെ വർക്കൊക്കെ ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കും. ഞാൻ ജസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അതങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റൻ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇതാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാനിത് റീഫ്രഷ് ചെയ്തതിൽ ഈ എം സ്റ്റോക്കിൻ്റെ ഇത് കണ്ടോ, ഈ 11:10:44 കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ റീഫ്രഷ് ചെയ്ത ഈ ഒരു ക്യാൻഡിലും പോവും. ഞാൻ എൻ്റെ പൊസിഷൻ എന്തായെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഓരോ പൊസിഷൻ ഉണ്ടായിരുന്നു. ഒന്ന് -12K, ഒന്ന് -4K ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ഞാൻ കുറച്ച് റിക്കവർ ചെയ്യാൻ നോക്കി. ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെച്ചിട്ടൊന്ന് റിക്കവർ ചെയ്യാൻ നോക്കി ലാസ്റ്റത്തെ കുറച്ച് ടൈമിൽ. പക്ഷേ നടന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസായി. ഇപ്പോൾ ഇതിലൊരു 21,000 മൈനസായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ട്രേഡറിനും ഒരു മൂഞ്ചിയൊരു ദിവസം ഉണ്ടാവും പറഞ്ഞില്ലേ, ആ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ചാർട്ടിൽ ഇതുവരെ വന്നു 10:44 വരെയുള്ള ക്യാൻഡിൽസേ ഉള്ളൂ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ. ഇവിടെ ലോങ് പൊസിഷനും വെച്ചിട്ട് ഇരിക്കുകയാണ്. 10:44 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 19 കാണിക്കുന്നുണ്ടോ. 10:44, 15, 29 ക്യാൻഡിലാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള യാതൊരുവിധ ക്യാൻഡിലും ഇതിൽ ഫോം ആയില്ല. ഇത് ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ
റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരാം. അതാണ്ടാവും, ഇതിൻ്റെ ഇടയിലുള്ള ക്യാൻഡിലൊന്നും ഇതിലില്ല, ഫുള്ള് കണ്ട പോയത് കണ്ട. അപ്പോൾ ഗൈസ്, ആരെങ്കിലും എം സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിർത്തുക. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇവരെ കയ്യിലുള്ളത്. പിന്നെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇതിൽ ഈ 12-4 അല്ല, ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഈ മൂവ്മെൻറ്റിലൊക്കെ ചെറിയ ചെറിയ സ്കാൽപ്പ് ചെയ്ത് ഞാനൊന്ന് കുറച്ചതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഉഷാർ ദിവസമായിരുന്നു. ഈ കഴിഞ്ഞ 18,000 ആ കഴിഞ്ഞ ഒരാഴ്ചത്തെ കംപ്ലീറ്റ് പ്രോഫിറ്റ് വൈപ്പ് ഹോകയാണ്. 1-ാം തീയതി മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31 ഉണ്ട്. ജസ്റ്റ് ഒരു 10K കൂടിയേ പ്രോഫിറ്റ് ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ ഇപ്പോൾ ഇതിൽ ഇതായിക്കണം. ഞാനെന്തായാലും ഇതിപ്പോൾ BTST ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എനിക്കിത് സെല്ല് ചെയ്യാൻ പറ്റില്ല. നാളെ രാവിലെ എങ്ങനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ എക്സിറ്റ് ആവും. അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ദിവസം തന്നെ കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇത് ഒരു പോർട്ടലിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ മിസ്റ്റേക്കാണെന്നേ പറയുള്ളൂ. ഞാൻ സാധാരണ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊസിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 25 വെക്കലുണ്ട്. ഞാൻ പിന്നെ ഇത് തൊട്ടപ്പുറത്ത് ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇത് എക്സിറ്റ് ആവാതെ ഇത് നോക്കിയിരിക്കുകയായിരുന്നു. അത് എന്തായാലും നല്ല വലിയൊരു ലെസണായിപ്പോയി. ഒന്നും പറയാനുമില്ല, ചെയ്യാനില്ല. ഇത് കണ്ടോ, ഈ 10:44 11:20 വരെ ഉണ്ട്. യഥാർത്ഥം ഇതുവരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടില്ല, ഒറ്റ ക്യാൻഡിൽ ഇതിൽ ഫോം ആയിട്ടില്ല. ഞാനെന്ത് വിചാരിച്ചു, ഞാൻ SL അടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ 25 പോയിൻ്റ് SL അടിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് മുഴുവനായിട്ട് താഴത്തേക്ക് വരുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ജിജീസ്.